ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഈടെ പോകുമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ ഉള്ളാലത്തെ ഉറൂസല്ലേ, ഉറൂസ് കഴിയാറായി. അപ്പം ഞങ്ങൾ പോയിട്ടേ ഉണ്ടായിട്ടില്ല, പോകാനേ കഴിഞ്ഞിട്ടില്ല. ഓരോരോ പ്രശ്നവും പിന്നെ ഓരോ പ്രോബ്ലം ഇങ്ങനെല്ലാം ആയിട്ട് ബാക്കിയായി. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഉറൂസൊക്കെ പോയി. ഞങ്ങൾ എത്തുമ്പോൾ ലോറ് ബാങ്ക് കൊടുത്ത്, അപ്പം ഞങ്ങൾ കഞ്ഞി കൊടുക്കുന്ന ടൈമായി. അപ്പം നേരെ പോയിട്ട് കഞ്ഞി കുടിച്ച് പിന്നെ സിയാർത്താക്കാൻ വെച്ചിട്ട് പിന്നെ ഭയങ്കര റഷാന്നല്ലേ ഈ ഉറൂസിൻ്റെ ടൈമിൽ ഇവിടെ കഞ്ഞി ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾക്ക് ഉറൂസിൻ്റെ ആകുമ്പോൾ ഭയങ്കര ആൾക്കാരെല്ലാം വന്നിട്ട് ഇടുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ ഉണ്ടാകുന്നല്ലേ, ടെൻറ്റ് ഇട്ടിട്ടെല്ലാം. ഈ ഉറൂസ് തീരോളം സ്റ്റാർട്ടിങ് തൊട്ട് തീരോളം ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ചോറുണ്ടാകും ഞങ്ങൾക്കറിയില്ല. ഇനി മറ്റേ ചാലെല്ലാം ചോറൊക്കെ ഉച്ച ടൈമിൽ കഞ്ഞി ഉണ്ടാകുന്നല്ലേ, ഉറൂസിൻ്റെ ടൈമിൽ അറിയില്ല. ബട്ട് ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച്. കഞ്ഞി കുടിച്ച് പിന്നെ സിയാർത്താക്കാൻ പോവാം, പിന്നെ റഷല്ലേ. ഇത് 12 മണിയാകുമ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നു കഞ്ഞി. ഞങ്ങൾ 12:30 ആകുമ്പോൾ എത്തിനാടെ. അപ്പം നേരെ ഞങ്ങൾ കഞ്ഞി കുടിച്ച്. ഇത് ഉപ്പേരി ഞങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ടായി, കഞ്ഞി ഉണ്ടെങ്കിൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അച്ചാറെല്ലാം കൂട്ടി ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ആടെ കുറേ നേർച്ചക്ക് ആടെല്ലാം കൊടുത്തിട്ടുണ്ടാകുന്നല്ലേ, നേർച്ചൻ്റെ ആട്. അപ്പോൾ ആട് നോക്കാൻ പോവാന്ന്. ആടെ കുറേ അപ്പുറമെല്ലാം ആട് കേട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആട് നോക്കിയിട്ട് വരാൻ ചെത്തി. പിന്നെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ല ആടെല്ലാം നോക്കുന്നത്. നോക്കുമ്പോൾ ആടെ ഒരു ബൾബ് പോലത്തെ ഒരു ആടിനെ കെട്ടീന്. അത്ര കുറേ ആടുണ്ടായോ, കുറേ ആൾക്കാർ നോക്കാനിങ്ങനെ വരുന്നേ ഉണ്ടായി ആടെല്ലാം. നല്ല വെയിലുള്ള കൊണ്ട് ഞാൻ അങ്ങൊന്നും പോയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ കിടാ ഉണ്ടായി, അതുകൊണ്ട് നമുക്ക് അങ്ങൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ആടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തേ. കുറേ ആടുണ്ട്, അങ്ങോട്ട് കെട്ടിയിട്ടുള്ള കുറേ ആടുണ്ട്. ഇത് ഇത്ര കൊല്ലം ഞാൻ ഉറൂസ് വന്നത് ഇത്ര കൊല്ലം വെച്ചില്ലെങ്കിൽ അങ്ങ് അത്ര കറക്റ്റ് അറിയില്ല. മുമ്പിൽ ഒരു 5 കൊല്ലത്തിനാണെന്ന് തോന്നി, ഇപ്പോൾ 3 കൊല്ലത്തിനാണ്. അപ്പോൾ ആന്ന് ഉറൂസ് ആവുന്ന ടൈമിലെല്ലാം ഞാൻ നൈറ്റേ വന്നിന്. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഡേ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആടിനൊന്നും അങ്ങനെ കാണാനൊന്നും കിട്ടുന്നില്ല. ഉറൂസിൻ്റെ ടൈമിൽ അറിയുമല്ലോ, ഭയങ്കര റഷല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഡേ ഉറൂസിനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പങ്ക് എല്ലാം കാണാനല്ലേ കഴിഞ്ഞിങ്ങനെ. കുറേ ടൈം ഞങ്ങൾ ആടിൻ്റെ അടുത്തെല്ലാം ഉണ്ടായി, പിള്ളേർക്ക് കാണിക്കാനും അങ്ങനെ കുറേ ടൈം ആടെ ഞങ്ങൾ ഉണ്ടായി. ഇനിയും കുറേ ആട് വരാനുണ്ടെന്ന് ചെല്ലിയോറ്, അത്രയൊന്നും വന്നിട്ടില്ല. ഇനിയും കുറേ ആടുണ്ട്. ഇനി ഇത് ഞങ്ങൾ ബുധനാഴ്ച പോയത്. പിന്നെ ഞായറാഴ്ചക്കാണ് ലാസ്റ്റ് ഉറൂസ്. അപ്പം ആകുമ്പോൾ കുറേ ആട് വരും ചെല്ലി. പിന്നെ ഞാൻ ഇത് കുറച്ചല്ലേ ഇന്നലെ വന്നത് ഈ ആട് നോക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നുകൊണ്ടുണ്ടായിനടെ. ഇന്നലെ കൊണ്ടുവന്നതും ചെല്ലി. കേരളത്തിന് ഇടുന്നോ ഈ ആട് വന്നത്, ഇന്നലെ കൊടുന്നതും ചെല്ലി. പക്ഷെ ആളെന്തോ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എന്തോ പുതിയ സ്ഥലത്തേക്ക് വന്ന കൊണ്ടെന്നറിയില്ല. എന്താ അയാൾ ചെല്ലി എടുത്തൊക്കെ പോയിരുന്നത് കുത്തുമെന്ന് പറഞ്ഞിട്ട് എന്തോ ആടത്ര ഓക്കെ അല്ലേ. പിന്നെ പിള്ളേർ കുറേ നേരം ആടിൻ്റെ അടുത്തെല്ലാം കളിച്ച് കുറേ നേരം ഉണ്ടായി ഒരു ആടിൻ്റെ അടുത്തല്ലോ. നൈറ്റ് വന്നിനെങ്കിൽ പോലും ഞങ്ങൾ പിള്ളേർക്ക് ഇത്ര ഒരു ഇതാക്കാൻ കഴിയില്ല. ഞാൻ എൻജോയ് ആയിട്ട് ഇത് ഭയങ്കര ഹാപ്പിയായി. വെയിലുണ്ടെങ്കിലും ഞങ്ങൾക്കല്ല പ്രശ്നം, ഓർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ അല്ല വെയിലൊന്നും. ആടെ കുറേ സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ സിയാർത്താക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങുള്ളിലേക്ക് പോയി. ഇത് പൈസ ഇടുന്ന എല്ലാവർക്കും അറിയായിരിക്കല്ലേ. ഇത് മോനിക്ക് എപ്പോൾ ഇവിടെ വന്നെങ്കിൽ ചില്ലറ പൈസ പറക്കിയിട്ട് ഇടണം. അത് ഓർക്ക് ഓരോരോ ആശയല്ലേ. അങ്ങനെ അവൻ എൻ്റെ ഉള്ള പേഴ്സിലുള്ള പൈസ എല്ലാം എടുത്തിട്ട് അതിലേക്ക് ഇടുന്നേണ്ടായി. ഇത് ഡേ ആയെങ്കിൽ നല്ലോണം ആൾക്കാരുണ്ടാവുക കാലത്തെയും. ശരിയെങ്കിൽ ഇപ്പോൾ മാംഗ്ലൂർ കുറച്ച് പ്രോബ്ലം എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം അങ്ങനെ ആൾ വരുന്നില്ല എന്നല്ല, ഒന്നും കൂടി കാലത്തവും വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമാകുമ്പോൾ നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും തന്നെ വരുന്നില്ല, കുറേ ദൂരത്തുനിന്നല്ല കാലത്ത് ഇങ്ങനെ രാവിലെ വന്നിട്ട് പോകുന്നവർ കുറേ ആളുണ്ട്. അങ്ങനെ നല്ല ആൾക്കാരുണ്ട് അതിനിടെ. പിന്നെ ഞങ്ങൾ നേരെ സിയാർത്താക്കി കുറച്ച് നേരം. പിന്നെ അവിടെ കുളം ഉണ്ടല്ലേ, അതിൽ കുറേ മീനുണ്ട്. ഞാൻ അന്നേരക്ക് വന്നിട്ടാകുമ്പോൾ ഇതിൽ മീനേ ഉണ്ടായിട്ടില്ല. ഉറൂസിൻ്റെ ടൈം നല്ല മീനുണ്ട്, കുറേ ഉണ്ട് ഇതിൽ മീൻ. പിന്നെ കുറേ ടൈം ആടെ നിന്ന് പിള്ളേരെല്ലാം മീൻ നോക്കിക്കൊണ്ട് വലിയ മീനെല്ലാം കുറേ ഉണ്ട്. ഇത് അങ്ങനെ ഞങ്ങൾക്ക് ഡേ വന്ന കൊണ്ട് ലൈറ്റിങ്സ് അതൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. നൈറ്റല്ല, അതെല്ലാം ഒരു
പൊൽസ് നല്ലോണം ലൈറ്റിങ്സിലായിട്ട് പിള്ളേർക്കായാലും കാണാൻ. ഇത് ഞങ്ങൾക്ക് ലൈറ്റിങ്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കാണാൻ. നിറച്ചും മീനുണ്ടായി കുളത്തിൽ. ഞാനിങ്ങനെ സൂമല്ല ആക്കിയാൽ നമുക്ക് അത്ര വീഡിയോയിലൊന്നും അത്ര കാണുന്നില്ല. പിന്നെ ആയിരുന്നു ഞങ്ങൾ നേരെ സന്തക്ക് പോകാമെന്ന് വിചാരിച്ചു. സന്ത അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് സന്തക്കെല്ലാം പോകുന്നെങ്കിൽ. പിന്നെ അങ്ങനത്തെ വെയിലൊക്കെ നല്ല വെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുണ്ട് വെയിൽ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാനുള്ള നല്ല സൗകര്യമെല്ലാം ഉണ്ട്. അവിടെ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ. പിന്നെ മാങ്ങ ഉണ്ടായി, മാങ്ങ വീണു ചില. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങ മേടിച്ചിട്ട് നേരെ പിന്നെ സന്തക്ക് പോയി. ഇതുവരെ ഇല്ലാത്ത ഓനക്കൊരു പുതിയതായ ഒരു ആഗ്രഹം ഉയരം വീണു. അങ്ങനെ ഓനക്കൊരു റിങ്കും മേങ്ങി മറ്റേ പെങ്ങളെ മോനുണ്ടായി. ഒരു 2 പേര് ഓനെ മേങ്ങുന്ന കണ്ടിട്ടാണ് ഓൻ അങ്കും വേണമെന്ന് ചൊല്ലി. അങ്ങനെ ഓനക്കത് മേടിച്ചിട്ട് കൊടുത്തു. പിന്നെ ഇവിടെ കുറേ പെണ്ണുങ്ങളെല്ലാം അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ നല്ല വെയിലല്ലേ, കുറച്ച് സമയം ആടെ ഇരുന്ന് ഞങ്ങൾ ആടെ ഇരുന്ന് നല്ല കുറച്ച് കഴിഞ്ഞിട്ട് സന്ധ്യക്കെല്ലാം പോകാൻ ചെല്ലിട്ട്. പിന്നെ ഞങ്ങൾ നേരെ സന്തക്ക് പോയി. സന്ധ്യ പറഞ്ഞെങ്കിൽ കുറേ ഇല്ല ഷോപ്പല്ലോ. നൈറ്റായെങ്കിൽ ആയിരിക്കും കുറേ ഉണ്ടത്. ഈ ഒരു ഈവനിങ് പിന്നെ വൈകുന്നേരത്തിന് പിന്നെ ആയിട്ടുണ്ടാവും തുടങ്ങുന്നത്. അതിനെ കൊണ്ട് നല്ലോണം ഉണ്ടായിട്ടില്ല. കുറേ ഞാനങ്ങനെ ഷോപ്പൊന്നും കണ്ടിട്ടില്ല. കുറച്ച് ഷോപ്പുണ്ടായി. രാവിലെ അതിനെക്കൊണ്ട് അങ്ങനെ തുറന്നിട്ടുണ്ട്. ഉച്ചയല്ലേ ടൈമല്ലേ. ഉച്ച ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണി ആ ടൈമല്ലേ ഇത്. പിന്നെ മൊബൈലിൻ്റെ കവറുണ്ടായി, അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. നല്ലതുണ്ടെങ്കിൽ മേങ്ങാന്ന്. കുറേ കാണാനുണ്ടും കുറേ കളക്ഷൻ ഒന്നുമില്ല. ഇതൊരു പുതിയ മോഡലാണെന്ന് അറിയില്ല, കണ്ടിട്ട് ഞാൻ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ രണ്ടാളൊന്നും മേടിച്ചു. ഇത് മുമ്പ് വന്നിട്ടുണ്ടാന്നറിയില്ല, ഇട്ടിട്ടാകുമ്പോൾ നല്ല കണ്ട്. അങ്ങനെ രണ്ടാളും ഓരോരോ കളർ മേടിച്ചോളൂ. പിങ്കും ഞാനും ഒരു ബ്ലൂ കളറും മേങ്ങി. പിന്നെ കുറേ ടൈപ്പ് പാത്രമെല്ലാം ഉണ്ട് ഇങ്ങനത്തെ. ഇത് ഫൈബർ പ്ലേറ്റ്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഉണ്ട്. പിന്നെ നടന്നൊരു കരിമ്പ് ജ്യൂസും കുടിച്ച് കുറേ നടന്ന് ക്ഷീണമായി. എന്തായാലും ഒരു ലാവ് പോകുന്നൊരു ഫീല് കിട്ടിയില്ല. സന്ധ്യയെല്ലാം നല്ല സന്ധ്യക്കെല്ലാം പറ്റില്ല. കുറച്ച് പിള്ളേർക്ക് കുറച്ച് ടോയ്സ് എല്ലാം ഞങ്ങൾ അവിടെ നീങ്ങി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി. സന്ധ്യയിൽ ഞങ്ങൾ കുറേ ടൈമൊന്നും ഉണ്ടായിട്ടില്ല. ഓനിക്ക് ഞാനൊരു ഫോൺ മേടിച്ചിന്. അതിൽ ഞാൻ സെൽഫി എടുക്കുന്നുമ്മ ചെലുത്തി അന്നാട്ട് മുമ്പ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായി. ഞങ്ങളൊരു 11 മണിക്ക് പരന്ന് പോയെങ്കിലും ആടുന്ന് വരുമ്പോൾ ഒരു 5 മണിയെല്ലാം ആയിരിക്കും. ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞിട്ട് കുറേ ടൈം ഞങ്ങൾ അവിടെ ഉണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയി ഞങ്ങൾക്ക് ഇത്രയൊന്നും ടൈം അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഇത് ഡേ പോയതിനെ കൊണ്ട് നല്ലോണം ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ആക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം മേങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.